കലൂരിലെ പരിപാടിക്കിടെ ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട കേസിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പരിപാടിയൊരുക്കിയ ഓസ്കർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സ്റ്റേജ് അലങ്കരിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ ഇവന്റ് മാനേജറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെ കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? സമൃദ്ധ, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ഇവന്റ് മാനേജർ കൃഷ്ണകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഓസ്കാർ ഇവന്റ്സ് എന്ന പേരിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാനേജറാണ് ഇയാൾ. ഈ കമ്പനിയായിരുന്നു ഈ മൃദംഗ വിഷൻ ഈ പരിപാടിയുടെ ക്രമീകരണങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിരുന്നു. ഇയാളെ ഉച്ച മുതൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പാലാരിവട്ടം സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ഇവന്റ് മാനേജറെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. സ്റ്റേജ് ഡെക്കറേഷൻ സംഘത്തിലെ മുളന്തുരുത്തി സ്വദേശിയായ ബെന്നിയാണ് പാലാരിവട്ടം പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഇയാളുടെ അറസ്റ്റ് കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാവുന്നത്. കൂടാതെ മറ്റ് ആളുകളെ കൂടി ഈ സംഘാടകരുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളെ പോലീസ് ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തും. ആവശ്യമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ഈ ക്രമസമാധാന ചുമതല ADGP മനോജ് എബ്രഹാം ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനും സംഘാടകരെ പ്രതി ചേർക്കാനും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെ ഉമാ തോമസ് MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം നൽകിയ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്റ്റേജിന് മുന്നിൽ നടന്നു പോകുന്നതിന് മതിയായ സ്ഥലമിട്ടില്ല, സുരക്ഷിതമായ കൈവരികൾ സ്ഥാപിച്ചില്ല എന്ന് എഫ്ഐആർ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കും വിധമുള്ള പ്രവൃത്തി എന്നാണ് എഫ്ഐആറിലുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ BNS 125, 125B, 3/5 ഒപ്പം കേരള പോലീസ് ആക്ട് 118E എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്.